ഞാൻ എൻ്റെ യൗവനത്തിലേക്ക് കടക്കുന്ന സമയത്തും സ്ത്രീകൾക്ക് പൊതു ഇടങ്ങളിൽ സുഗമമായി പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഞാൻ സ്വതവേ ലജ്ജയും സങ്കോചവുമുള്ള പ്രകൃതക്കാരിയായിരുന്നു. ഒരു ആശ്വാസം പോലെ അമ്മയും കടന്നു വരുമെന്ന് ഈ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അതെ, ഇപ്പൊ അവരെ ഓർക്കുന്നുണ്ട് എപ്പോഴും. കാരണം അമ്മമ്മ ആണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത്. അതുപോലെ എൻ്റെ അമ്മ, രണ്ടുപേരും രണ്ട് ക്യാരക്ടറുകളാണ്. അമ്മമ്മ എന്ന് പറയുന്നത് അന്ന് വളരെ അജ്ഞാശക്തിയുള്ള സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തെ നയിച്ചിട്ടുള്ള ഒരാളാണ്. വളരെ നാട്ടിലാകെ ഒരു എല്ലാവർക്കും അവർ പല പേരിലാണ് വിളിക്കുക. അമ്മമ്മ എന്ന് വിളിക്കും, അമ്മ എന്ന് വിളിക്കും, പല പേരിലാണ് അവരെ ആളുകൾ വിളിച്ചിരുന്നത്. ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അവിടെയെല്ലാം ഓടിയെത്തുന്ന അന്നത്തെ കാലത്ത് സ്ത്രീകൾ അങ്ങനെ ഒരു നേതൃത്വത്തിലേക്ക് വരില്ലല്ലോ. എന്നാൽ അറിയപ്പെടുന്ന നേതൃത്വം അല്ല വെളിയിൽ, അവരുടെ ഒന്നും പേരൊന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നില്ല. പുസ്തകത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, എൻ്റെ യൗവനകാലത്ത് ഞാൻ പൊതുവെ ലജ്ജാലുവും ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരിയുമായിരുന്നു. പിന്നീടാണ് ആ മാറ്റം വന്നതെന്ന് പറയുന്നത്. അതെ, പാർട്ടി പ്രവർത്തനത്തിലൂടെയാണോ മാറ്റം വന്നത്? തീർച്ചയായിട്ടും അതെ. ഞാൻ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ മുന്നോട്ടേക്ക് അങ്ങനെ വരാൻ കഴിയാത്ത, ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് മാത്രമല്ല, എൻ്റെ ഒരു ഇളയ കുട്ടികളില്ല. അപ്പോൾ അവരുടെ എല്ലാം ഒരു പെറ്റായിട്ട് ഇങ്ങനെ വളർന്നത് കൊണ്ടാവും അങ്ങനെ ഒരു ലേശം ഒരു ഷൈ ഉള്ള ആ രീതിയിലൊരു ആളായിരുന്നു. പക്ഷേ ഞാൻ കോളേജിലെത്തിയ സമയത്ത് എൻ്റെ അമ്മാവൻ വല്യമ്മാവന്മാരുടെ കഥ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മാവൻ അന്ന് പാർട്ടി സഹദേവൻ സദു എന്നാണ് വിളിക്കുക. അദ്ദേഹം ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു പാർട്ടിയുടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു കുട്ടി കോളേജിലെത്തിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നില്ല എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പോകണം നിർബന്ധമായിട്ട്. എനിക്കാണെങ്കിൽ പോയി ശീലമുണ്ട് അമ്മമ്മയുടെ കൂടെ. അപ്പോൾ അതുപോലെ നേതൃത്വപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എടുക്കണമെന്നാണ്, അല്ലാണ്ടൊരു നേതാവായിട്ട് വളർന്നു വരണമെന്നല്ല. അപ്പോൾ ചില കമ്മിറ്റികളുടെ സെക്രട്ടറിമാരാവുക, അതൊരു ഉത്തരവാദിത്തം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അതൊരാളാവാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പോൾ ആ ഉത്തരവാദിത്തം യൂണിറ്റ് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി, അങ്ങനെയെല്ലാമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവനും അമ്മമ്മയൊക്കെ നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നയാളായിട്ട് മാറി. അപ്പോൾ ആ ലജ്ജാശീലമൊക്കെ പോയിട്ട് ആളുകളുടെ ഇടയിൽ അങ്ങനെ വന്നു. ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 5ലോ മറ്റോ പഠിക്കുന്ന സമയത്ത് ജയലളിതയുടെ ഹെയർ സ്റ്റൈലിൽ മുടി വെട്ടിത്തന്നു. പക്ഷെ ക്ലാസ്സിൽ ചെന്നപ്പോൾ കുട്ടികളെല്ലാം കളിയാക്കിയിരുന്നു. ഈ ജയലളിത സ്റ്റൈൽ പിന്നെ പരീക്ഷിച്ചിട്ടുണ്ട്? ഇല്ല. അതെൻ്റെ കുഞ്ഞമ്മ മദ്രാസിലായിരുന്നു, ചെന്നൈയിലായിരുന്നു. അന്ന് മദ്രാസാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ തമിഴ് സിനിമാ ലോകമാണല്ലോ അവിടെ വളരെ ഇതായിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് ഈ ബേബി ജയലളിത, പിന്നെ ജയലളിത വന്നപ്പോൾ ഒരു ഹെയർ കട്ട് ഉണ്ടല്ലോ, മുടി മുന്നിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ വന്നിട്ട് അന്ന് ജയലളിത അങ്ങനെ ചെയ്യുമായിരുന്നു. അത് വന്നിട്ട് എൻ്റെ തലയിൽ പരീക്ഷിച്ചു. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുന്നതില്ല. അപ്പോൾ സ്കൂളിൽ അതുമായിട്ട് ചെന്നപ്പോൾ കുട്ടികളെല്ലാം കൂടി ചുറ്റും കൂടി എന്നെ കളിയാക്കി. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കരഞ്ഞുകൊണ്ടാണ് ഞാനന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ ചോടയുള്ള എൻ്റെ ചെറിയ ഇളയമ്മയുണ്ട്, കുഞ്ഞളയമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞളയമ്മ പറഞ്ഞു, സാരമില്ല, മുടി വേഗം വളർന്നു വരും, അപ്പം നമുക്ക് പഴയതുപോലെ ആവാം എന്ന് പറയും. ഒരു ടീച്ചർ മാത്രം എന്നെ അതിൽ അഭിനന്ദിച്ചു, അച്ചാമ്മ ടീച്ചർ. അവർക്ക് ജീവിച്ചിരിപ്പുണ്ടോ? അച്ചാമ്മ ടീച്ചർ ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്കറിയില്ല, ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ. ഞാൻ ഇടയ്ക്ക് പോയിട്ട് കാണുകയൊക്കെ ചെയ്തിരുന്നു. ഈ ശിവപുരത്തെ കുട്ടികൾ, പണ്ട് പഠിപ്പിച്ച കുട്ടികൾ, അവരെ പല ഭാഗങ്ങളായി കാണാറുണ്ടോ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് പോകുമ്പോൾ? കുറേ പേരെ കണ്ടു. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ചെറിയ മീറ്റിങ്ങുകളും കാര്യമൊക്കെ നടക്കുമ്പം ഓടി വന്ന് ടീച്ചർ പഠിപ്പിച്ച കുട്ടിയാണ്. എല്ലാവരും ഞങ്ങളുടെ ഊർജ്ജതന്ത്രം ടീച്ചർ എന്നാണ് പറയുക. ഞാൻ കെമിസ്ട്രി മെയിനാണ്, പക്ഷേ സ്കൂളിൽ ഫിസിക്സ് സബ് ഉണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട വിഷയം ഫിസിക്സാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്സ് എടുക്കാൻ അന്ന് ആർക്കും ഫിസിക്സ് എടുക്കാൻ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എനിക്ക് മറിച്ചായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു ഫിസിക്സ്. അതുകൊണ്ട് ഞാൻ ഊർജ്ജതന്ത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് അവരെല്ലാം വലിയ ആളുകളായി, അവരുടെ കുട്ടികൾ വലുതായിരിക്കുന്നു. അപ്പോൾ ആ കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ട് പറയും, ഇത് അമ്മയുടെ ടീച്ചറാണ് കേട്ടോ എന്ന് അവരോട് പറയുമ്പം അതൊരു വലിയ സന്തോഷം. ടീച്ചറിൻ്റെ പേരിൽ ഒരു പ്ലാന്റിന് അങ്ങനൊരു പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് എന്തായിരുന്നു? അതെങ്ങനെയാണ്? അത് ഞാനേ മനസ്സിലാക്കുന്നേ ഇല്ല. ഇത് വാർത്ത വന്നതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ
അതിൻ്റെ നിരീക്ഷകർ അത് ഈ പുതിയ പ്ലാന്റ്സിനെ കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ അവർക്ക് ഈ മലനിരകളിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ള ഒരു പുതിയ സ്പീഷീസ്, അപ്പോൾ അവരത് കണ്ടുപിടിച്ചപ്പോൾ എന്നോട് സ്നേഹം തോന്നിയിട്ടാവണം എൻ്റെ പേര് കൊടുത്തു അതിന്. അത് വാർത്തയായിട്ട് വന്നപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് അത് ഒരു പുതിയ അറിവായിരുന്നു. ഏതായാലും അവർക്ക് എന്നോട് തോന്നിയിട്ടുള്ളൊരു സ്നേഹമാകണം അങ്ങനെ ഇടാൻ കാരണം. എന്ത് തരം പ്ലാന്റ് ആണ് അത്? കണ്ടിട്ടുണ്ടോ? അത് നമ്മുടെ പരിസരത്തുള്ള പ്ലാന്റ് ആണോ? അല്ല, നമ്മൾ സാധാരണ ഇവിടെ കാണുന്നതല്ല. ഒരു ചെറിയ പൂവൊക്കെ ആയിട്ട്, അതിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. ഞാൻ ബോട്ടണിയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും പെട്ടെന്ന് ബൊട്ടാണിക്കൽ നെയിം മറന്നുപോയി. ഒരു നമ്മുടെ അത് കണ്ടിട്ടുണ്ടോ? ചെടി ചിത്രം കണ്ടിട്ടുണ്ട്, പൂവോടെ ചിത്രം കണ്ടിട്ടുണ്ട്. നിശ്ചയദാർഢ്യം കരുത്തായി എന്ന് പറഞ്ഞല്ലോ. പുതിയ ചക്രവാളങ്ങളിലേക്ക് യാത്ര ചെയ്യാനും കരുത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും. വളരെ നന്ദി. ഓക്കെ.